ഒരുപക്ഷെ മഹാരാഷ്ട്രയിലെ എല്ലാ പൊളിറ്റിക്കൽ പാർട്ടീസും ബൃഹൻ മുംബൈ കോർപ്പറേഷനിലെ ഒരു വാർഡെങ്കിലും ജയിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. അവിടെയാണ് തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നത്. വർഷങ്ങളോളമായി അത് നീട്ടിവെച്ചുകൊണ്ടുള്ള പൊളിറ്റിക്കൽ അജണ്ട അവിടെ സെറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് കാലം കുറയായി. അതിന് കൃത്യമായ കാരണവുമുണ്ട്. ബൃഹൻ മുംബൈ കോർപ്പറേഷൻ ഭരിച്ചുകൊണ്ടിരുന്ന ശിവസേനയാണ്. ശിവസേനയുടെ പിളർപ്പിന് ശേഷം ഉദ്ധവ് വിഭാഗം കൗൺസിലർമാരും അതുപോലെ തന്നെ ഏകനാഥ് ഷിൻഡെയുടെ നേതൃത്വത്തിലുള്ള കൗൺസിലർമാരും തമ്മിൽ എതിരഭിപ്രായമുണ്ടായി. അവിടെ ഭൂരിപക്ഷം നഷ്ടപ്പെടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തി. എന്നാൽ അവിടുത്തെ സ്ഥിതിഗതികൾ വിലയിരുത്തുമ്പോൾ ബൃഹൻ മുംബൈയിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷിയാകാൻ സാധ്യത ഉദ്ധവ് വിഭാഗം തന്നെയാണ്. ഉദ്ധവ് വിഭാഗവും രാജ് താക്കറെ വിഭാഗവും ഒന്നിച്ചിറങ്ങിയാൽ ബൃഹൻ മുംബൈ ഭരണം പിടിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. അതിന് പറ്റിയ രീതിയിലുള്ള വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാൻ അവർക്ക് സാധിക്കും. പക്ഷേ ഈ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഒറ്റയ്ക്ക് മത്സരിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. നമുക്കറിയാം, മുംബൈ മേഖലയിൽ അവിടെ ഉള്ള 6 ലോക്സഭാ സീറ്റുകൾ നോക്കിയാൽ അവിടെ ഇന്ത്യ മുന്നണിയുടെ പ്രസക്തി എന്തുമാത്രമാണ് എന്ന് ചോദിച്ചാൽ ഉദ്ധവ് വിഭാഗത്തിനാണ് അവിടെ ഇന്ത്യ മുന്നണിയിൽ കൂടുതൽ പ്രാതിനിധ്യം ഉള്ളത്, കോൺഗ്രസിനല്ല. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം മഹാരാഷ്ട്രയിൽ ഇപ്പോൾ അവരുടെ സ്ഥിതി പരിതാപകരമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവർക്ക് വലിയ നേട്ടം ലഭിച്ചു എന്നുള്ളത് ശരി തന്നെയാണ്. 13 ലോക്സഭാ സീറ്റുകളാണ് നേടിയെടുത്തത്. BJPക്ക് പോലും 9 ലോക്സഭാ സീറ്റുകളെ മഹാരാഷ്ട്രയിൽ നിന്നും വിജയിച്ച് നേടാൻ കഴിഞ്ഞുള്ളൂ. പക്ഷേ അതിനുശേഷം ഇലക്ഷൻ കമ്മീഷന്റെ വെബ്സൈറ്റിൽ വന്ന റിപ്പോർട്ടുകളിൽ വലിയ രീതിയിലുള്ള ദുരൂഹതയുണ്ട്. ഇവിടെ തിരിമറി നടന്നിരിക്കുന്നു. ഇലക്ഷൻ കമ്മീഷൻ നീതിപൂർവമല്ല ഈ തെരഞ്ഞെടുപ്പ് നിർവഹിച്ചത്. ഇത് മേൽനോട്ടത്തിന്റെ കുറവ് തന്നെയാണ്. വലിയ രീതിയിലുള്ള ക്രമക്കേടുകൾ ഉണ്ടായിട്ടുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോൾ ചെയ്ത വോട്ടിനെ അപേക്ഷിച്ച് അതിന്റെ കൂടെ ഹിമാചൽ പ്രദേശിലെ ലോക്സഭാ പോളിംഗ് കൂടി രേഖപ്പെടുത്തിയാൽ നിയമസഭയിലെ പോളിംഗിന്റെ തത്തുല്യമാകും. രാഹുൽ ഗാന്ധിയാണ് ഈ കാര്യം പാർലമെന്റിൽ തെളിവ് സഹിതം ഉന്നയിച്ചത്. ഇതിനെക്കുറിച്ച് വസ്തുതാപരമായ ഒരു ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് പറഞ്ഞുകൊണ്ടാണ് സുപ്രീം കോടതിയിലേക്ക് രാഹുൽ ഗാന്ധി നീങ്ങിയത്. BJP പറയുന്നത് ഇലക്ഷൻ കമ്മീഷന്റെ നടപടികളെ ചോദ്യം ചെയ്യാൻ ആർക്കും അർഹതയില്ല എന്നുള്ളതാണ്. BJP എന്തുകൊണ്ടാണ് സ്വയം ഇങ്ങനെ പ്രതിരോധത്തിലാകുന്നത്? ഇത്തരത്തിലുള്ള നിരവധി ചോദ്യങ്ങൾ നിലനിൽക്കുകയാണ്. കോൺഗ്രസ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിലപാടുകളെ ചോദ്യം ചെയ്യുന്നതിനോടൊപ്പം മഹാരാഷ്ട്രയിൽ ഒറ്റയ്ക്ക് ബൃഹൻ മുംബൈയിൽ മത്സരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ഇത് കേവലം പറച്ചിലിൽ മാത്രമേ ഉള്ളൂ? അന്തർധാര വീണ്ടും ഉദ്ധവ് വിഭാഗവുമായി ഉണ്ടോ? ഇത് ഒരു പുതിയ ടാക്ടിക്സിന്റെ ഭാഗമായിട്ടാണോ എന്നുള്ളത് ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. കാരണം കോൺഗ്രസിന് ശക്തി ഉള്ള ചില വാർഡുകളുണ്ട്, അവർക്ക് ജയിക്കാൻ കഴിയുന്ന. അവിടെ ശിവസേന ഉദ്ധവ് വിഭാഗത്തിന്റെ ചെറിയൊരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ ജയിച്ചു കയറാവുന്നതേ ഉള്ളൂ. അവിടെയൊന്നും ശിവസേന ഉദ്ധവ് വിഭാഗം മത്സരിക്കുമോ എന്നുള്ളതും കാത്തിരുന്ന് കാണേണ്ടതാണ്. പക്ഷേ അത്തരത്തിൽ ഒരു നീക്കമാണ് കോൺഗ്രസ് ലക്ഷ്യമിടുന്നതെങ്കിൽ അത് എത്രത്തോളമായിരിക്കും ബൃഹൻ മുംബൈ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുക? നമുക്കറിയാം, ഒരു സംസ്ഥാനത്തേക്കാൾ റവന്യൂ ജനറേറ്റ് ചെയ്യാൻ ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡോ അതല്ലെങ്കിൽ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളായ സിക്കിം, അതുപോലെ അരുണാചൽ പ്രദേശ്, അതുപോലെ തന്നെ ത്രിപുര, മിസോറാം, മണിപ്പൂർ, ഈ സംസ്ഥാനങ്ങളെക്കാളൊക്കെ വലിയ റവന്യൂ ബജറ്റ് ബൃഹൻ മുംബൈ കോർപ്പറേഷന് മാത്രമായിട്ടുണ്ട്. അതായത് ഒരു സംസ്ഥാനത്തിനേക്കാൾ പ്രാതിനിധ്യമുണ്ട് ഒരു കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ എന്ന് കാണിക്കുന്ന ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ കോർപ്പറേഷൻ അത് ബൃഹൻ മുംബൈ കോർപ്പറേഷനാണ്. ഇവിടെ നടക്കുന്ന തെരഞ്ഞെടുപ്പിന് അത്രയേറെ പ്രാധാന്യമുണ്ട്. അവിടെയാണ് കോൺഗ്രസ് തനിച്ച് മത്സരിക്കാം എന്നൊരു ധീരോദാത്തമായ നിലപാടെടുക്കുന്നത്. ഈ നിലപാട് ഉദ്ധവ് താക്കറെ കൂടി അറിഞ്ഞുകൊണ്ട് തന്നെയാണോ? സഞ്ജയ് റാവത്ത് ഉദ്ധവ് താക്കറെയും എടുക്കുന്ന നിലപാടുകളുടെ അടിസ്ഥാനത്തിലാണോ എന്നതുകൂടി വ്യക്തമാകേണ്ടതുണ്ട്.